ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് മക്കളെ ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെന്നിറ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ഇന്ന് ഈ രാത്രിയിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ അനുഗ്രഹത്തിനായി നമുക്ക് സമർപ്പിക്കാം. അവരുടെ എല്ലാ സങ്കടങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മക്കളെ ഓർത്തുള്ള മാതാപിതാക്കൾ നമ്മുടെ കണ്ണുനീരുകളെ സമർപ്പിച്ച് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവം ദാനമായി നൽകിയ മക്കൾ എത്ര പേരാണോ നമുക്കറിയാം. 2, 4 എത്ര മക്കൾ വായിക്കൊള്ളട്ടെ. കർത്താവിൻ്റെ സമ്പന്നമായ മക്കൾ, പക്ഷേ അവർ അറിവിച്ച കാലം മുതൽ ഈ മറുതലിച്ചു പോകുന്ന അസ്വസ്ഥകൾ. പല മാതാപിതാക്കളും വിളിച്ചു പറയുന്ന, പ്രാർത്ഥനാ സഹായം തേടുന്ന വലിയൊരു കാര്യമാണ് മക്കൾ അനുസരണമില്ലാത്തവരായി മാറുന്നു, വഴിതെറ്റിപ്പോകുന്നു. ധിക്കാര മനോഭാവത്തിൽ സ്വന്തം കാലിൽ നിൽക്കുവാൻ ത്രാണിയായാൽ അവരുടെ തന്നിഷ്ട സ്വഭാവത്തിലേക്ക് മാറുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ നാശത്തിലേക്കുള്ള മക്കളുടെ പോക്ക് അത് വലിയ അപകടമാണ്, അവരുടെ ജീവിത തകർച്ചയ്ക്ക് കാരണമാണ്. പക്ഷേ ഉപദേശം സ്വീകരിക്കുവാൻ, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കുവാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്നില്ല. തിരികെ വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന് വലിയ കൃപ അവരിലേക്ക് നിറയുമ്പോൾ, അനുഗ്രഹം നിറയുമ്പോൾ മക്കൾ തിരിച്ചു വരും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സഖറിയ പ്രവാചന പുസ്തകം 13-ാം അധ്യായം 1-ാം വചനം. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കുവാൻ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഈ വചനത്തിൻ്റെ ശക്തി മക്കളിലേക്ക് നിറയട്ടെ. അവരുടെ എല്ലാ അശുദ്ധിയും മാറിപ്പോകുവാൻ, വിശുദ്ധി നിറയുവാൻ, പാപത്തിൻ്റെ എല്ലാ ബന്ധനത്തിൽ നിന്നും നമ്മൾ മക്കൾ രക്ഷ നേടുവാൻ, പൈശാചികമായ എല്ലാ ബന്ധനങ്ങൾ, കൂട്ടുകെട്ടുകൾ വിട്ടുമാറുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സഖറിയ 13:1. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവിടുത്തെ വിശുദ്ധ ജലത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ മക്കളിൽ ഒഴുക്കണമേ. കർത്താവേ, പാപ പൈശാചിക ബന്ധങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ പൈശാചികമായ കൂട്ടുകെട്ടുകൾ, ബന്ധനങ്ങൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ മാറിപ്പോകട്ടെ. അങ്ങനെ കൃപയുള്ള ജീവിതം നയിച്ച് കർത്താവേ, നല്ല ജീവിതത്തിന് ഉടമകളായി, എല്ലാവർക്കും മാതൃകളായി, കുടുംബത്തിന് സന്തോഷമായി നിലകൊള്ളുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.